അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ചിക്കൻ കട്ട്ലേറ്റ് കേട്ടോ. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വെക്കുകയാണ്. ചിക്കന് ഇടുക, കുറച്ച് മീറ്റ് മസാല അല്ലേ, ഇറച്ചി മസാല എന്നൊക്കെ പറയില്ല, അത് ലേശം ഇടുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ്, ലേശം ഉപ്പ്, ലേശം കുരുമുളക് പൊടി അവിടെ ഇട്ടിട്ട് ചിക്കൻ വേവിക്കാൻ വെച്ചു കേട്ടോ. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പാന് വെക്കുക, ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ പൊടിയായി അരിഞ്ഞത് അതിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക കേട്ടോ. അതിന് ശേഷം 2 സബോള കേട്ടോ ഞാൻ എടുത്തുക്കുന്നത്, അതും പൊടിയായി അരിയണം കേട്ടോ. അതും കൂടി നന്നായി വഴറ്റിയ ശേഷം ചിക്കന് നമ്മൾ ഇതേമാതിരി ഒന്ന് കയ്യിലുകൊണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കണം കേട്ടോ, എന്നാലല്ലേ ഇതിലിടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതേമാതിരി ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അതും പാടെ 3 പാടെ ഇടുക കേട്ടോ ചട്ടിയിലേക്ക്. എന്നിട്ട് അതിൽ ലേശം ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാല അല്ലേ അതുകൂടി ഇട്ടു കേട്ടോ. ഞാൻ അത് ഇടണമെങ്കിൽ ഇട്ടാൽ മതി. ഇതും പാടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കുഴച്ചെടുക്കുക. അത്ര കയ്യേറ്റ് എല്ലായിടത്തും എത്തിക്കുക. ഉപ്പ് പാകത്തിന് നോക്കി ഉപ്പിടണം കേട്ടോ. ലാസ്റ്റ് ഇട്ടാൽ മതി ഉപ്പ്, കാരണം അത് ഉപ്പ് അധികമായ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതും പാടെ നന്നായി എടുത്ത് നമ്മൾ മുട്ട കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്പൂണായിട്ട്. പിന്നെ ബ്രെഡ് പൊടി ഞാൻ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുട്ടയിലൊന്ന് മുക്കുക, എന്നിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് എല്ലായിടത്തും എത്തിച്ച് എണ്ണയിലോട്ട് ഇടുക കേട്ടോ. സ്ലിമ്മായി വെക്കണം കേട്ടോ അടുപ്പ്, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും കേട്ടോ. എണ്ണ കുടിക്കൂല, അടിപൊളി ചെയ്തിട്ട് 2 മുട്ട ഞാൻ കലക്കിയിട്ടുള്ളൂ, ഇതിലെല്ലാം മുക്കിയെടുത്തു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എണ്ണയൊന്നും കുടിക്കാത്ത നല്ല കട്ടയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണു. ഉണ്ടാക്കി നോക്കിയാലല്ലേ അറിയുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണതൊക്കെ നല്ലതല്ലേ, നമ്മളെ സ്വയം ഉണ്ടാക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, നോമ്പിന് ആദ്യമായിട്ട് കേട്ടോ ഉണ്ടാക്കുന്നത്. 2-3 നോമ്പിനൊന്നും ഉണ്ടാക്കിയില്ല, ഇന്ന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒന്ന് ബാക്കിയുള്ളതൊക്കെ പാടെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി കേട്ടോ. ബാക്കിയൊക്കെ കുറച്ച് ഉണ്ടാക്കാമെന്നതിൻ്റെ രൂപത്തിലായിരുന്നു. അപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ അത് നിറയായി. അപ്പോൾ ഫുള്ള് എടുത്തൊക്കെ ഉണ്ടാവട്ടെ. അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറക്കില്ല സ്പെഷ്യൽ ഇതാട്ടോ കേട്ടോ. നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്, മുന്തിരി ജ്യൂസ് ഉണ്ട്, ലൈമുണ്ട്, ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്, ചായ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.